എന്നാൽ ഒരു ഒരു ഡീപ്പായിട്ടുള്ള ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ അത് പഠിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ തുടങ്ങിയത്. എന്നാൽ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എഫേസ്യ ലേഖനം പഠിക്കുക എന്നുള്ളത് സുവിശേഷത്തെയും ക്രിസ്തുവിനെയും ഒക്കെ കുറിച്ച് ആഴത്തിൽ പഠിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ഞാൻ എവിടെയോ സ്പർജൻ അത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നതായിട്ട് എവിടെയോ വായിക്കുകയുണ്ടായി. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം. പലപ്പോഴും നമുക്ക് അതിന്റെ പശ്ചാത്തലം അറിയാവുന്നതാണ്. എഫേസ്യ സഭ പുതിയ നിയമത്തിലെ ഒരു പേരെടുത്ത സഭ, ഒരു എക്സാമ്പിൾ ചർച്ചായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എഫേസ്യ എഫസോസ് എന്ന് പറയുന്ന സ്ഥലം ഇപ്പോഴത്തെ ടർക്കി. ടർക്കിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവിധ നന്മകളാലും ഭൂപ്രകൃതി കൊണ്ടും നന്മകൾ കൊണ്ടും ഒക്കെ വളരെ പ്രകൃതി രമണീയത കൊണ്ടും ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമാണ് എഫസോസ്. അന്നും ഇന്നത്തെ പോലെ തന്നെ AD 60കളിൽ പൗലോസ് ഒരു ഹൗസ് അറസ്റ്റിൽ ഇരുന്നു കൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ ആ ഹൗസ് അറസ്റ്റിന്റെ പ്രത്യേകത അദ്ദേഹത്തിന് ദൈവവചനം പഠിപ്പിക്കുവാനും മറ്റുള്ളവർക്ക് അദ്ദേഹത്തെ വിസിറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് അതുകൊണ്ടൊരു കാരാഗ്രഹ ലേഖനമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പല വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിലുടനീളം എഫസോസ് സഭയെക്കുറിച്ച് പലയിടങ്ങളിലായിട്ട് പൗലോസ് തന്നെ പറയുന്നു, യോഹന്നാൻ പറയുന്നുണ്ട്. അങ്ങനെ വളരെ ഒരു പ്രോമിനന്റ് ചേർച്ച് ആണ് ന്യൂ ടെസ്റ്റമെന്റിൽ എഫസോസ്. ന്യൂ ടെസ്റ്റമെന്റിൽ മാത്രവുമല്ല അവിടെ വർക്ക് ചെയ്തവര് ഫസ്റ്റ് അവിടുത്തെ മിനിസ്റ്റർ എന്ന് പറയുന്നത് തിമോത്തിയാണ്. അത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിമോത്തിയോട് പറയുന്ന ഓരോ കാര്യങ്ങളും എഫസോസിൽ എങ്ങനെ ആയിരിക്കണം അത് വളരെ കൃത്യമായിട്ട് തന്നെ തിമോത്തിയിലും പറയുന്നുണ്ട്. ആജ്ഞയുടെ ഉദ്ദേശമോ അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവാച വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അങ്ങനെ പിന്നെ ഒരു 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 സ്നേഹം, ഒരു വളരെ ശുദ്ധമായ ഒരു സ്നേഹം സഭയിലും ദൈവത്തോടും ആഗ്രഹിച്ചുകൊണ്ടാണ് തിമോഥെയോസിനെ പൗലോസ് ഇങ്ങനെ ടീച്ച് ചെയ്യുന്നത്. അതാണ് തിമോഥെയോസിന്റെ 1-ാം ലേഖനം. അത് നമുക്ക് പിന്നീട് അതിലേക്ക് വരാം. കാരണം ഇവിടെ ഒരുപാട് ഇന്റർ കണക്ഷൻസ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസില് സഭ സ്ഥാപിതമാകുന്നത് പറയുന്നു. പിന്നീട് എഫേസ്യ ലേഖനത്തില് എഫേസോസ് സഭയെ കുറിച്ച് പറയുന്നു. പിന്നീട് തിമോഥെയോസ് എഫേസോസിൽ നിലനിൽക്കണമെന്നും അവിടെ മിനിസ്ട്രി ചെയ്യണമെന്നും ഒക്കെ പറയുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ബൈബിളിലെ റെവലേഷൻസിലെ എഫേസോസ് സഭയെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ത്രൂ ഔട്ട് ദ ബൈബിൾ അങ്ങിങ്ങായിട്ട് എഫെസോസ് സഭയെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പേരെടുത്ത ഒരു സഭയായിരുന്നു എഫെസോസ്. എന്നാൽ വളരെ അവിടെ കൾച്ചറലി നോക്കുവാണെങ്കിൽ എല്ലാവിധ നന്മകളുമുള്ള കൾച്ചറിനെ എപ്പോഴും നമുക്കറിയാം. ഒരു രാജ്യം ആഹാരത്തിനുള്ളപ്പോൾ നമ്മുടെ നാട്ടിൽ പറയും ഉണ്ണാത്തവന് ഇല വേണം, ഉണ്ടവന് പാ വേണം എന്ന് പറയും. അതുപോലെയാണ് കൾച്ചറൽ ഡെവലപ്മെന്റും ഒക്കെ തന്നെ. ഇവിടെ എഫെസോസ് സഭയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടായിരുന്നതുകൊണ്ട് നൃത്തം, പിന്നീട് കലാരൂപങ്ങള്, ആർട്ട്, ഇതൊക്കെ വലിയ ആർത്തമിസ് ദേവി അവരുടെ ഒരു ദൈവമായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വലിയ ഗോപുരങ്ങള് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് എഫെസോസ്. അതുകൊണ്ട് തന്നെ വിഗ്രഹാരാധന അതിന്റെ പാരമ്യത്തിൽ നിലനിന്നിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എഫെസോസ്. അതുകൊണ്ട് നമുക്കറിയാം
ഏറ്റവും കൂടുതൽ ദൈവത്തെ അറിയിക്കുന്നതിനും ദൈവത്തിലേക്ക് ജനത്തെ ആകർഷിക്കുന്നതിനും ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം, ഒരു അവസ്ഥയാണ് എഫെസോസിൽ നിലനിന്നിരുന്നത്. കാരണം ഒന്നിനും കുറവില്ലെങ്കിൽ പിന്നെ ദൈവത്തെ അന്വേഷിക്കാൻ മനുഷ്യൻ മടി കാണിക്കും. മാത്രവുമല്ല, ഡീപ്പ് റൂട്ടഡ് കൾച്ചർ ഉണ്ടെങ്കിൽ മനുഷ്യന് അത് വിട്ടിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല, ഐഡിലേറ്ററി വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നു. ഇങ്ങനെ ദൈവവചനം വിതയ്ക്കപ്പെടുന്നതിന്, സഭ വളരുന്നതിന് ഒരുപാട് പ്രതികൂലങ്ങളും ഉള്ള ഒരു സ്ഥലവുമായിരുന്നു എഫെസോസ്. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പൗലോസ് അതുവഴി കടന്നു പോകുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്. പൗലോസിന്റെ 2ാം മിഷണറി യാത്രയിൽ പൗലോസ് പറയുന്നത്, ഞാൻ ഡെഫിനറ്റ്ലി തിരിച്ചു വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിലെ ആ ഭാഗങ്ങളൊക്കെ നാം വായിക്കുന്നുണ്ട്. പൗലോസിനോട് പറയുന്നത്, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് അടുത്ത് വീണ്ടും വരാം. അവിടെ 12 പേര് ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ടും അവരുടെ സ്നാനം പിന്നെ മാനസാന്തരം യോഹന്നാന്റെ സ്നാനം ആയതിനാലും അവര് റീബാപ്റ്റൈസ്ഡ് ആയ ഒരു സഭയാണ് എഫെസോസ്. അത് അങ്ങനെ എന്തുകൊണ്ടും സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥാനം എഫെസോസിലുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഹിസ്റ്ററി എഫെസോസിനെ കുറിച്ച് പറയാനുണ്ട്. ഞാൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദിസ് ക്ലാസ് അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കണ്ടന്റ്, ഓരോ വാക്യത്തിലും കണ്ടന്റഡ് ആണ്. ഓരോ സംഭവങ്ങളും എല്ലാത്തിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എത്രത്തോളം എനിക്ക് അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നതെന്ന് തന്നെ എനിക്കറിയില്ല. എങ്കിലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ പഥ്യോപദേശവും ധർമ്മോപദേശവും ചേർന്ന ഒരു പുസ്തകമായിട്ടാണ് എഫേസ്യ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ 3 ഉപദേശ ചാപ്റ്റേഴ്സ് 1, 2 and 3 ഡോക്ടറൽ ടീച്ചിങ്സ്, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടേണ്ടത്, എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെട്ടത്, ഒരു ക്രിസ്ത്യാനിയുടെ ധർമ്മം എന്താണ്, സഭയുടെ ധർമ്മം എന്താണ്, ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന പഥ്യോപദേശം കാണുന്നു. എന്നാൽ ധർമ്മോപദേശം, അതെല്ലാം അഥവാ മോറൽ ടീച്ചിങ് അല്ല പ്രാക്ടിക്കൽ ലെസൺസ് ആണ് 4 to 6 ചാപ്റ്റേഴ്സിൽ നമ്മൾ കാണുന്നത്. വ്യക്തമായിട്ട് നിങ്ങൾ പിശാചിനോട് എങ്ങനെ എതിർത്ത് നിൽക്കണം, നിങ്ങളെ മക്കൾ എങ്ങനെ ഒബീഡിയന്റ് ആയിരിക്കണം, ഹസ്ബൻഡ് എന്ത് ചെയ്യണം, വൈഫ് എന്ത് ചെയ്യണം, ഇങ്ങനെ വ്യക്തമായിട്ട് എണ്ണമിട്ട് എല്ലാ സഭയിലെ എല്ലാ വിഭാഗക്കാരെയും അഡ്രസ് ചെയ്യുന്ന മോറൽ ടീച്ചിങ്സ് ആണ് 4 to 6 ചാപ്റ്റേഴ്സിലുള്ളത്. അപ്പോൾ ഒരു പല പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കറിയാം പല ലേഖനങ്ങളും അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. സഭയിൽ വ്യാപരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ. എന്നാൽ എഫേസ്യ ലേഖനം ഒരു ആത്മീയ പുരോഗതിക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. നമുക്ക് മനസ്സിലായി എല്ലാം ഉള്ള ഒരു സ്ഥലത്തെ ഉള്ള ഒരു സഭയാണ്. അവിടെ ആത്മീക ആചാര്യന്മാർ ഇരുന്ന് ദൈവവചനം പഠിപ്പിച്ചു കൊടുത്ത ഒരു സഭയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വളരെ സ്പിരിച്വലി, ആത്മീയമായി അവരെ വളരെ ഉന്നത നിലവാരം പുലർത്തിയിരുന്ന ഒരു സഭയും കൂടെയാണ്. അത് നമ്മൾ എഫേസ്യ ലേഖനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്, ഞാൻ നിങ്ങളെ കുറിച്ച് അത് കേട്ടിട്ടുണ്ട്. നമ്മുടെ കർത്താവായ അത് നിമിത്തം ഞാനും തന്റെ സ്വന്തം ജനത്തിന് വേണ്ടി നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്, അങ്ങനെ നല്ല കേൾവി കൊടുക്കുന്ന ഒരു സഭയായിരുന്നു ഒരു എഫേസ്യ സഭ. മാത്രമല്ല, മിഷണറിമാരെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുകയും ഉൾക്കൊള്ളുകയും വചനത്തിൽ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സഭ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നാം ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തില് പൗലോസ് തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുമ്പോൾ ഒരു നല്ല ഭടനായിട്ട് സേവ ചെയ്യുവാനും, എങ്ങനെയാണ് കഷ്ടങ്ങളിൽ നിലനിൽക്കേണ്ടതെന്നും
ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കഷ്ടം ഒന്നുണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. അത് പിന്നെ ഫൈനാൻഷ്യലി അല്ല, മറ്റു രീതികളിലൊന്നും അല്ല, എന്നാൽ ഒരു സ്പിരിച്വൽ വാർഫെയർ അവിടെ നിലനിന്നിരുന്നതായിട്ട് നമുക്ക് എഫേസ്യ ലേഖനത്തിൽ പലയിടത്ത് വായിക്കുന്നുണ്ട്. മാത്രമല്ല തിമോഥെയോസിനെ പ്രബോധിപ്പിക്കുമ്പോഴും ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഈവിൾസ് എന്ന് പറയുന്നത് ഫോൾസ് ടീച്ചിങ്സ്. കാരണം നമുക്കറിയാം പിന്നെ ഇത്രയധികം വിഗ്രഹാരാധനയും മറ്റു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളപ്പോൾ ഫോൾസ് ടീച്ചിങ്സ് അവിടേക്ക് ക്രീപ്പിൻ ചെയ്തിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഐഡൽ വർഷിപ്പ്, പിന്നെ സൗണ്ട് ഡോക്ട്രിൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള, മെയിൻറ്റെയിൻ ചെയ്ത് പോകാനുള്ള, എപ്പോഴും അങ്ങനെയാണല്ലോ. നമുക്ക് നമ്മുടെ പെന്തക്കോസ്ത് ചരിത്രം എടുത്ത് നോക്കിയാലും സമൂഹം ഒരു അളവിൽ നിന്ന് വളരുന്നതിന് മുമ്പ് വിശ്വാസം പ്രമാണത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് ഈസി ആയിരുന്നു. അതുകൊണ്ടാണ് മറ്റ് പല ഡെവലപ്ഡ് കൺട്രീസിലും ക്രിസ്ത്യാനിറ്റി ലൈറ്റ് ആയിട്ട് പോകുന്നത്. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. നമ്മുടെ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ഫൈനാൻഷ്യലി മോറലി മെറ്റീരിയലും ഒക്കെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനിറ്റി ഉള്ളതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ ഇതൊരു ഡെവലപ്ഡ് ഒരു ചർച്ച ആയതുകൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ കാലത്തെ ഏറ്റവും ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് പറയുന്ന പോലുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം മെയിൻറ്റെയിൻ ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ഒരു സൗണ്ട് ഡോക്ടറിൻ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന്, അത് ഉപദേശിക്കുന്നതിനുമൊക്കെ അവിടുത്തെ മിനിസ്റ്റേഴ്സ് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എങ്കിലും നമ്മുടെ കാലഘട്ടവുമായിട്ട് വളരെയധികം റിലേഷൻഷിപ്പ് ഉള്ള ഒരു കാലഘട്ടമായിരുന്നു ഈ എഫേസ്യ ലേഖനം എഴുതുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഈ വചനം പഠിക്കുന്നതിലൂടെ ഉണ്ട്. നമുക്കൂടെ ഉള്ള ആലോചനകൾ കൃത്യമായിട്ടാണ്. ഒരു ആത്മീയ പാപ്പരത്വം, ഒരു ബാങ്ക്രപ്സി അവിടെ നിലനിന്നിരുന്നു. അക്കൗണ്ടിൽ നമ്മെ ദൈവം സ്നേഹിച്ചു, നമുക്ക് വേണ്ടി വേണ്ടതെല്ലാം ചെയ്തു. നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് ദൈവകൃപ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. എങ്കിലും അത് ഉപയോഗിച്ച് ശത്രുവിനെ ജയിക്കുവാനും മുമ്പോട്ട് പോകാനും സാധിക്കാതെ കുരുങ്ങി നാം കിടക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു സഭയോടാണ് എഫേസ്യ ലേഖനം എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ വചനത്തിലെ ഓരോ വാക്കുകളും നമ്മുടെ ആത്മീയ ജീവിതത്തിനും മുമ്പോട്ട് നമ്മളെ നയിക്കുവാനായിട്ട് വളരെയധികം ഉപകരിക്കും. ഇങ്ങനെ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് ഇതിന് പറയാനുണ്ട്. എങ്കിലും അതെല്ലാം നമുക്കൊന്ന് പിൻപിൽ വെച്ചുകൊണ്ട് നമുക്ക് ചാപ്റ്റർ 1 അല്പാൽപമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ചാപ്റ്റർ 1 തുടങ്ങുന്നത് ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത്. അപ്പൊ അവിടെ വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവരാണ് അവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇത് എഴുതപ്പെട്ടത് എല്ലാവിധ ഈ ലെറ്റർ പാസ് ചെയ്ത് എല്ലാ സഭകൾക്കും വായിക്കാവുന്ന ഒരു പൊതു ലേഖനമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എഫെസോസിലുള്ള എന്നുള്ളത് ബ്രാക്കറ്റിലാണ്, മുമ്പ് അതില്ലായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്കിലും അതുകൊണ്ട് എല്ലാ സഭകൾക്കും ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു എപ്പിസ്റ്റലാണ്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട്, ഒരു പിതാവായ ദൈവവും പുത്രനായ ക്രിസ്തുവും തരാതെ നമുക്ക് കൃപയുമില്ല സമാധാനവുമില്ല. നാം സമാധാനം പ്രാപിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ദൈവത്തോട് സമാധാനം ആയിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം സമാധാനമായിരിക്കും. നാം മനുഷ്യരോട് സമാധാനത്തിൽ ഇരിക്കണമെങ്കിൽ നാം ദൈവിക സമാധാനം അനുഭവിക്കണം. സകല ബുദ്ധിയും കവിയുന്ന ദൈവ സമാധാനം നാം അനുഭവിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ കൂടിയേ തീരും. അതുകൊണ്ട് തന്നെ കൃപയും സമാധാനവും എന്നുള്ള പ്രയോഗം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. നമുക്കറിയാം എന്ത് കാര്യത്തിലും ഈ ലോകത്തിലെ എന്ത് ആവശ്യങ്ങളെക്കാളും എന്ത്
ബുദ്ധിമുട്ടുകളിനേക്കാളും നമ്മുടെ ബുദ്ധിക്ക് എത്താവുന്ന, നമുക്ക് ബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ ബുദ്ധിയിൽ ആണ് നാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, വിഷമം അനുഭവിക്കുന്നത്. എന്നാൽ ബുദ്ധിക്ക് അതീതമായി സകല ബുദ്ധിയും കവിഞ്ഞുകൊണ്ട് വ്യാപരിക്കുന്ന ഒരു ദൈവിക സമാധാനത്തിന് നമ്മളെ ആശ്വാസമുള്ളവരാക്കി നിലനിർത്തുവാൻ സാധിക്കും. അതാണ് ക്രിസ്ത്യാനിത്വത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത്. കാരണം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വരുവാനുള്ള ലോകത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശ ദൈവം നൽകുന്നു. മാത്രമല്ല, നമ്മുടെ മാനസിക അവസ്ഥയെ, നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ കവർ ചെയ്യുന്ന ഒരു ദൈവിക സമാധാനം തരുവാൻ ദൈവകൃപ വ്യാപരിക്കപ്പെടുന്നു. നമ്മുടെ ഒരു പ്രിവിലേജ്, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നതിൽ ഉള്ള ഒരു റെയർ പ്രിവിലേജ് ആണ്, ഈ ലോകത്തിൽ ആർക്കുമില്ലാത്ത ഒരു പ്രിവിലേജ് ആണ് ക്രിസ്ത്യാനിക്കുള്ളത്. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം, അത് ദൈവകൃപയാലാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഇവിടെ കൃപ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അൺകണ്ടീഷണൽ ലവ്, അൺമെറിറ്റഡ് ഗിഫ്റ്റ്, നമ്മൾ അർഹിക്കാത്ത ഒരു ദാനമാണ് പലപ്പോഴും ദൈവികമായി കൃപ എന്ന് പറയുന്ന വാക്കിലൂടെ നാം മനസ്സിലാക്കുന്നത്. എന്നാൽ കൃപ പലപ്പോഴും നമുക്കൊരു കാര്യം നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു ഒരു ടാലന്റ്, അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി, നമുക്ക് നിലനിൽക്കാനുള്ള ഒരു കഴിവ്, ഇതിനെയൊക്കെ നമുക്ക് കൃപയായിട്ട് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കൃപയ്ക്ക് ആ അൺമെറിറ്റഡ് ഗിഫ്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരി ഇതിനൊരു മീനിങ് കൂടെ ഇവിടെയുണ്ട്. അതാണ് കൃപമേൽ പെരുകി വരുന്ന കൃപ, സമാധാനത്തിലേക്ക് നയിക്കുന്ന ആ കൃപ. പലപ്പോഴും ഒരു ഗ്രേസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുവാന് നമുക്ക് അവിടെ അൺപെർട്ടർബ്ഡ് ആയിട്ട്, വളരെ സ്റ്റേബിൾ ആയിട്ട് നിലനിൽക്കാനുള്ള ആ ഒരു ദൈവത്തിന്റെ കരുണയാണ് ഇവിടെ കൃപ എന്നുള്ള ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പൊ നാമും ഒരു മറ്റൊരു ജീവിയും, ഈ ലോകത്തില് അനേക ജീവികളുണ്ട്. അതിനെ എല്ലാത്തെയും നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് നാം സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അവനും പലവിധ നന്മകൾ, ഈ ഭൂമിയിലെ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം അവരുടേതായ രീതിയിൽ. എന്നാൽ സ്വർഗീയ നന്മകൾ അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് നാം മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആകുന്നത്. മാത്രമല്ല, ഈ നമുക്ക് സ്വർഗീയ നന്മകൾ എന്ന് പറയുമ്പോൾ അത് നമ്മെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവിക സമാധാനത്തിൽ കാക്കുന്നതായിരിക്കും. അത് നമ്മെ മുമ്പോട്ട് നയിക്കുന്നതുമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, നാം ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നാം സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പൊ അങ്ങനെ ഒരു വലിയ പ്രത്യാശയ്ക്കായിട്ട് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മെ ദൈവം ഓരോ ദിവസവും ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ദൈവിക അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ കാണുന്നുണ്ട്. അത് മാത്രമല്ല, അടുത്ത വചനം നാം വായിക്കുന്നത്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മൂലം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയവനാവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഇത് മലയാളത്തിൽ വായിച്ചാലും ഇംഗ്ലീഷിൽ വായിച്ചാലും ഈ പോർഷൻസ് ഒക്കെ ഒരു കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒന്നോടൊന്ന് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് പല പ്രാവശ്യം വായിക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഡെപ്ത് ഓരോ വേഴ്സിലും അടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മുടെ വിളിയുടെ ആശയം എന്താണ്, നമ്മുടെ വിളിയുടെ ഉദ്ദേശം എന്താണ്, നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എങ്ങനെയാണ്. നമ്മെ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തിരിക്കുന്നു. നാം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നമുക്കറിയാം, ഇരുളായിരുന്ന സ്ഥലത്ത്, ഒന്നുമില്ലായിരുന്ന സ്ഥലത്ത് വെളിച്ചം വ്യാപരിക്കുന്നതിന് മുമ്പേ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തു. മനുഷ്യനെ നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്ലാൻ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു.
അതുകൊണ്ട് ഈ രീതിയിൽ ബുദ്ധിയോടെ വകതിരിവോടെ ചോയ്സ് കൊടുത്തുകൊണ്ടൊക്കെ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ അവൻ തെറ്റിപ്പോകാനുള്ള ഒരു സാധ്യതയും ദൈവം നമ്മെക്കാളും മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു കേസിന് വേണ്ടി കർത്താവിനെ അവൻ അപ്പോയിന്റ് ചെയ്തിരുന്നു. കർത്താവിലൂടെ നമ്മെ ഓരോരുത്തരും ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ മുൻകണ്ടിരുന്നു. അതാണ് മനുഷ്യനും ദൈവവുമായുള്ള ഒരു വലിയ വ്യത്യാസമായി നാം ഇവിടെ കാണുന്നത്. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ മനുഷ്യനെ മനസ്സിലാക്കി, മനുഷ്യനെ നിത്യമായ നാശത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെടാതെ നമ്മെ ഓരോരുത്തരെയും ദൈവം കർത്താവിൽ മുൻകണ്ടിരിക്കുന്നതാണ് ദൈവത്തിൽ നമ്മോടുള്ള ദയ. അതാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ കൃപാ മഹത്വം. അതാണ് അൺകണ്ടീഷണൽ, അൺമെറിറ്റഡ് ആയിട്ടുള്ള ആ ഫേവർ, ഒരിക്കലും അർഹിക്കാത്ത നന്മയെ ദൈവം നമുക്ക് നൽകുവാൻ മനസ്സ് വെച്ചു. മാത്രമല്ല ദൈവം നമ്മെ പ്രിയനായവരിൽ, അതാ അങ്ങനെ ലോകത്തിന് മുമ്പ് തന്നെ ഈവൻ നാം ജനിച്ചതിന് ശേഷമോ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് ഒക്കെ മുമ്പ് തന്നെ ദൈവം നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. മനുഷ്യന് നമ്മെ ക്ലെയിം ചെയ്യാൻ അനുവാദമില്ല. ലോകത്തിന് നമ്മെ ക്ലെയിം ചെയ്യുവാൻ അനുവാദം ലഭിക്കുന്നതിന് മുമ്പേ, പിശാചിന് നമ്മെ ക്ലെയിം ചെയ്യുവാൻ ലഭിക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ മനസ്സില് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ മുൻകണ്ടിരുന്നു. മാത്രമല്ല അവൻ പ്രിയനായവരിൽ നമ്മെ ദത്തെടുത്തു. അപ്പോ നമ്മെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, നാം വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ്. ഈ നമ്മെ ദൈവസന്നിധിയിൽ നിലനിൽക്കണമെങ്കിൽ വിശുദ്ധിയും നിഷ്കളങ്കതയും മാത്രമാണ് ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത്. പാപത്തോട് കോംപ്രമൈസ് ഇല്ലാത്ത ഒരു ദൈവം, പാപത്തെ വെറുക്കുന്ന, പാപിയെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി നിലനിർത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. അങ്ങനെയാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. അവിടെ ദൈവസന്നിധിയിൽ അശുദ്ധിക്ക് ഒരു സ്ഥാനമില്ല. അതുകൊണ്ടാണ് ദൈവം യേശുക്രിസ്തുവിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത്, മുൻകണ്ടിരുന്നത്, കർത്താവിനെ അയക്കുവാൻ പ്ലാൻ ചെയ്തിരുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതെന്ന് പറഞ്ഞാൽ നാം തന്നെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടത്. അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ മുൻകണ്ടിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നമ്മെ കുറിച്ചുള്ള ദത്തെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാനൊരു 2-3 years ആയിട്ട് ഒരു ദത്തെടുത്ത കുഞ്ഞിന്റെ ഡെയിലി ആ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് കാണുന്നുണ്ട്. എൻ്റെ ഗ്രേസിന്റെ ഒരു ഇംഗ്ലീഷ് ടീച്ചർ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു. 1.5 വയസ്സിലാണ് അവളെ ദത്തെടുക്കുന്നത്, ഭദ്ര. അപ്പൊ ആ ടീച്ചറും ഹസ്ബൻഡിനും അവർക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് അവര് നേരത്തെ തന്നെ അപ്ലൈ ചെയ്തിരുന്നു. അവര് മെന്റലി പ്രിപ്പയർഡ് ആയി. എന്നിട്ട് ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്നതിന് അവർ കുറച്ച് നാള് ലീവ് എടുത്ത് വീട്ടിൽ നിന്ന്. അപ്പൊ ഈ കുഞ്ഞിന്റെ കോൺഫിഡൻസ് ലെവല് അവള് വളരെ നല്ല ഒരു ടീച്ചറും ഹസ്ബൻഡുമാണ്. എന്നാൽ ആ കുഞ്ഞിന്റെ കോൺഫിഡൻസ് ലെവൽ ഓരോ ദിവസവും ഈ ദത്തെടുത്തതിന് ശേഷം ഉള്ള ഓരോ ദിവസത്തെയും ഡെവലപ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. ഏതോ ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞ് ജീവിതത്തിൽ പിതാവില്ലാതെ, മാതാവില്ലാതെ, ശ്രദ്ധിക്കാൻ ആരുമില്ലാതെ, സ്വന്തം എന്ന് പറയുവാൻ ഒന്നുമില്ലാത്ത ഒരു കുഞ്ഞ്, പൂജ്യം കോൺഫിഡൻസിലിരുന്ന ഒരു കുഞ്ഞിനെ ഈ മാതാപിതാക്കൾ കൊണ്ടുവന്ന് ഡേ ബൈ ഡേ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ നടക്കുന്ന കോൺഫിഡൻസ് ചേഞ്ച് ഒരു വ്യത്യാസമാണ്. അവൾക്ക് സ്നേഹമുണ്ട്, പരിപാലനമുണ്ട്, വേണ്ടതെല്ലാം നൽകുമ്പോൾ അവൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ്, അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത, പാപം കൊണ്ട് അന്യരായിരുന്ന, പരദേശികളായിരുന്ന നമ്മയും കർത്താവ് സ്നേഹിച്ച് ദത്തെടുത്ത് ദൈവത്തിന്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ദത്തെടുക്കുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി മാറുകയാണ്. ഭദ്രയുടെ ഐഡന്റിറ്റി മാറി. ഭദ്രയ്ക്ക് ഇപ്പോൾ ഒരു നല്ല ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതുപോലെ നാമും പാപികളും ദൈവവചനത്തിൽ പറയുന്നത് തന്നെ അനുസരണക്കേടിന്റെ മക്കളായിരുന്നു.
അന്ധകാരത്തിൽ കിടന്നവരായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള നമ്മെ ദൈവം തെരഞ്ഞെടുത്ത് നമ്മെ ദത്തെടുത്ത് നമുക്കൊരു പുതിയ ഐഡന്റിറ്റി ഉണ്ട്. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ആയിട്ട് മാറ്റി ദൈവത്തിന്റെ മക്കൾ, അങ്ങനെ ഒരു പുതിയ ഐഡന്റിറ്റി, ഒരു വിശുദ്ധരായിട്ടുള്ള, മാത്രമല്ല നിഷ്കളങ്കരെന്നുള്ള ഒരു ഐഡന്റിറ്റിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നു. മാത്രവുമല്ല, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ഫാമിലി മാറും ഒരാളെ ദത്തെടുക്കുമ്പോൾ. ഇവിടെ നമ്മള് ലോകത്തിന്റെ മക്കളായിരുന്നു, അനുസരണക്കേടിൽ മക്കളായിരുന്നു. എന്നാൽ നമ്മെ ഇപ്പോ ദൈവത്തിന്റെ മക്കൾ, നമുക്ക് ഇവിടെ ഈ അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ ചാപ്റ്റർ 1-ന്റെ 3rd വേഴ്സിൽ പറയുന്നത് ദൈവവും പിതാവുമായവൻ. അങ്ങനെ പിതാവായ ദൈവത്തിന്റെ ഹെഡ് ഓഫ് ദ ഫാമിലി, നമ്മുടെ പിതാവായ ദൈവത്തിന്റെ ഫാമിലിയിലേക്ക് കൂട്ടിച്ചേർത്തു. മാത്രമല്ല, നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം മാറി. നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ നാം റോമാലേഖനത്തിൽ വായിക്കുന്ന അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകുക ആവശ്യമായിരുന്നു. അവന് ആദ്യത്തെ പുത്രനായി മാറി നമുക്ക് മുമ്പേ നടന്ന് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി കർത്താവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നപ്പോൾ നാം എല്ലാവരും കർത്താവിന്റെ സഹോദരങ്ങളായി മാറിയപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് ടോട്ടലി ചേഞ്ചായി. നമുക്കിപ്പോൾ റിലേഷൻഷിപ്പ് ഉള്ളത് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധ സഭയോടാണ്. അങ്ങനെ ദൈവം നമ്മുടെ ദത്തെടുത്തതിലൂടെ നമ്മുടെ റിലേഷൻഷിപ്പ് മാറി. മാത്രമല്ല, നമ്മുടെ അവകാശം, നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ അവകാശം നാം പ്രാപിക്കേണ്ടിയിരുന്നത് ഇരുട്ടും അന്ധകാരവും കെടാത്ത തീയും ചാകാത്ത പുഴുവും ഒക്കെ ഇൻഹെറിറ്റ് ചെയ്യേണ്ട നമ്മളെ കർത്താവിനുള്ളതൊക്കെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മോട് കരുണ കാണിച്ചു. അങ്ങനെ ദൈവം നമ്മുടെ ഇൻഹെറിറ്റൻസ് മാറ്റി. അങ്ങനെ വലിയ ഒരു കരുണ, ഒരു കൃപ നമ്മോട് കാണിച്ച് ദൈവം നമ്മെ ദത്തെടുത്തു. ഒരു ഹാർഡ് സ്റ്റോപ്പ് ആണോ ജസ്മാമൻ? ഒരു ഹാർഡ് സ്റ്റോപ്പ് വേണോ, അതോ 5 minutes കൂടെ കണ്ടിന്യൂ ചെയ്യാം? കണ്ടിന്യൂ ചെയ്ത് ക്ലോസ് ചെയ്തോ, കൺക്ലൂഡ് ചെയ്തോ. ഓക്കെ. അപ്പൊ നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ ദൈവത്തെ, നമ്മുടെ മറ്റൊരു തീം എന്ന് പറയുന്നത് നമ്മെ തമ്മിൽ ക്രിസ്തുവിനോട് ചേർത്തു, സഭയെ ഒന്നിച്ച് ചേർത്തു. അങ്ങനെ ക്രിസ്തുവിൽ നമ്മെ ഒന്നാക്കി പണിതു, ക്രിസ്തുവിൽ നമ്മെ അടിസ്ഥാനമിട്ടു. അങ്ങനെ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും ക്രിസ്തുവിന്റെ ഒരു പ്രവൃത്തിയാണ് നാം ആ ചാപ്റ്ററിൽ താഴോട്ട് കാണുന്നത്. മാത്രവുമല്ല, വളരെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് യേശുക്രിസ്തുവിന്റെ പൗലോസ് നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നാം ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ വളരണം, ദൈവത്തിന്റെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അതിനും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ആവശ്യമാണ്. ആ ആത്മാവ്, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നാം ഗ്രഹിച്ചാൽ നമുക്ക് ഈ ലോകത്തിൽ നിന്നിൽ മാത്രമല്ല ദൈവരാജ്യത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കും എന്നുള്ളത് ഇവിടെ പൗലോസ് തന്റെ പ്രാർത്ഥനയിലൂടെ സഭയ്ക്ക് വ്യക്തമാക്കുകയാണ്. അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ ഇന്നത്തെ നാം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുടെ ഒക്കെ മൂല കാരണമായിട്ട് പൗലോസ് അത് മനസ്സിലാക്കുകയും നമ്മുടെ എല്ലാം കണ്ണുകൾ തുറക്കപ്പെടുവാൻ, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, നമ്മുടെ അളവ് നാം ഗ്രഹിക്കാൻ തക്കവണ്ണം നാം ഓരോരുത്തരും നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതിന് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നു. നാം ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലും നാം ഇത്രയധികം ചെയ്ത കർത്താവിനെ അറിയുംവണ്ണം അറിയുകയാണെങ്കിൽ ദൈവം നമ്മിൽ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ആ ദൈവശക്തിയെ കുറിച്ച് നാം ആകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ പലതും പ്രശ്നമല്ലാതെ മാറും. നമുക്ക് മുമ്പോട്ട് പോകുവാനും കർത്താവിനോട് ചേർന്ന് ജീവിക്കാനുമുള്ള ധൈര്യം ഉണ്ടാകും എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാനാണ് പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. മാത്രമല്ല,
ഇവിടെ പിന്നീട് എങ്ങനെയാണ് സഭയെ കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തുവിനെ സഭയ്ക്ക് വേണ്ടി ഒരുക്കിയത് എന്നുള്ള ഭാഗങ്ങളൊക്കെ തുടർന്ന് വായിക്കും. നമുക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാം. നിങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് വായിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന റെവലേഷൻസ്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും ചെയ്താൽ നമുക്ക് എഫേസ്യ ലേഖനം നന്നായി പഠിച്ചെടുക്കുവാൻ സാധിക്കും. മാത്രമല്ല ഈ കാലത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ലേഖനമാകിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് നമുക്ക് നിശ്ചയമാണ്. നാം വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, എഫേസ്യ സഭയെ കുറിച്ച് വെളിപ്പാട് 2-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചുകൊണ്ട് 7 പൊന്നുള്ള വിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും നിന്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കോലവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവർ കേൾക്കട്ടെ. നമ്മോടും ദൈവം ലോകത്തിലൂടെ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മെക്കുറിച്ച്, നമ്മുടെ സഭയെക്കുറിച്ച്, വ്യക്തി ജീവിതങ്ങളെ കുറിച്ച് നമുക്ക് പലതും ഈവൻ നമ്മെക്കുറിച്ച് ദൈവത്തിനും പലതും പറയാനുണ്ടായിരിക്കാം. എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാനസാന്തരപ്പെടാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് കാണാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ആഴമായ ഒരു മാനസാന്തരത്തിലേക്ക് കർത്താവ് നമ്മെ ഓരോരുത്തരെയും നടത്തട്ടെ. ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, നമ്മളെ ഉള്ളതുപോലെ അറിഞ്ഞ് അത് കർത്താവിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എഫെസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമുക്ക് ഏവർക്കും പ്രയോജനമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് നമുക്ക് ഓരോ അധ്യായവും നമുക്ക് ഒരുമിച്ച് ചേർന്ന് വായിക്കാനും പഠിക്കുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എഫെസോസിലെ സഭയെക്കുറിച്ച് പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാൻ, ദൈവത്തിന്റെ വിളിയാലുള്ള ആശ തിരിച്ചറിയുവാൻ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് അറിയുവാൻ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലും സാധ്യമായി തീരുവാൻ തക്കോണം ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന്റെ ഹൃദയപ്രകാരമായി തീരുവാൻ സഭയായിട്ട് നമ്മളെ കർത്താവ് ഒരുക്കട്ടെ, വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് കർത്താവ് ഒരുക്കട്ടെ. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിത്രലേഖ സിസ്റ്റർ പോയോ? ജിഷ സിസ്റ്റർ പ്രാർത്ഥിക്കാമോ? നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. ജിഷ സിസ്റ്റർ പ്രാർത്ഥിച്ച് നമുക്ക് മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. എന്നോടാണോ പറഞ്ഞത്? അതെ അതെ അതെ. പ്രൈസ് ലോർഡ്. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്തുതിയും നല്ല പിതാവേ, നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ ദൈവമേ, കുറവുകളെ ദൈവം ക്ഷമിക്കണം. കർത്താവെ ഇത്രത്തോളം ദൈവം ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ ദൈവം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ദൈവമേ ഹല്ലേലൂയ, അനേകം വിഷയങ്ങൾ കർത്താവെ ദൈവമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനും ഹല്ലേലൂയ സ്തോത്രമൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ, നിന്റെ വചനം കർത്താവെ പഠിക്കുവാനുള്ള കർത്താവെ ദൈവമേ ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനായി കർത്താവെ സിസ്റ്ററിനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. കർത്താവ് പിന്നെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് കടന്നു വരാൻ കഴിയാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെ കർത്താവ് എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തുന്ന വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിന്നെയും കർത്താവെ ദൈവമേ ഹല്ലേലൂയ, കർത്താവെ ഞങ്ങൾക്ക് കർത്താവെ ദൈവമേ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ വചനം പഠിപ്പാനും ഹല്ലേലൂയ ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ പ്രാർത്ഥനയെ യാചനയും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. സ്തോത്രം. താങ്ക് യു സിസ്റ്റർ ബീന, താങ്ക് യു സിസ്റ്റർ നിസി. തുടർന്നും നമുക്ക് വചനം പഠിക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരാഴ്ചക്കാലം ആവശ്യമായ എല്ലാ നന്മകളും ദൈവം പകരുമാറാകട്ടെ. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പോവാം. താങ്ക് യു എവരിവൺ.